ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയില്ല ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന്. ഇന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. എവിടെയാണെന്നൊക്കെ ഞങ്ങൾ വയ്യ കണ്ടോളി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റു. പിന്നെ ചായക്ക് മുട്ട റോസ്റ്റും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉള്ളി നന്നായിട്ട് വാടി അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സിൻ്റെ അകത്ത് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ച് വെക്കുക. പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. അമ്മക്ക് മുട്ട വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് 3 മുട്ട എടുത്തത്. അപ്പോൾ അതും കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മുട്ട അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ വേണ്ടിയിട്ട് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണ്. വൈറ്റമിൻ ഡി കുറവാണ്. പിന്നെ രാവിലെ പോവും, വൈകിട്ട് വരും. അപ്പോഴത്തേക്ക് വെയിലൊക്കെ പോകുമല്ലോ. ആകെ ഒരു സൺഡേയോ അങ്ങനെ എന്തെങ്കിലുമല്ലേ കിട്ടുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് ഓഫാണ്. അപ്പോൾ വെയിലൊക്കെ കൊണ്ടു. പിന്നെ അച്ഛൻ കാണാൻ ചിക്കനും അരിയും ഇതൊക്കെ കൊണ്ടുവരുന്നു. ബിരിയാണി ഉണ്ടാക്കേണ്ടിയിട്ട്. ഒന്നാമത് ഇന്ന് അമ്മയില്ല വീട്ടിൽ. അമ്മേൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബിരിയാണി വെക്കുന്നത്. എൻ്റെ വീട്ടിലൊന്നും തീരെ ഞാൻ വെക്കില്ല. എന്നോട് എത്ര പറഞ്ഞാലും ഞാൻ അടുക്കളയിൽ കയറി ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കില്ലേ. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഉണ്ടാക്കി പഠിച്ചത് തന്നെ. അപ്പോൾ ഞാൻ അമ്മ അതിൻ്റെ മുന്നേ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. പക്ഷെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ട്. അങ്ങനെയല്ല, ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ പഠിക്കുക. ഇവിടുത്തെ അച്ഛൻ പറയും അങ്ങനെയല്ലേ പഠിക്കുക. ആദ്യമൊക്കെ ഇച്ചിരി അബദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയി. അരിയിൽ കുറച്ച് ഉപ്പ് കുറവാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിക്കുകയാണ്. പിന്നെയാണ് നമ്മൾ ഈ ഓഫുള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ മൊത്തത്തിലൊരു ക്ലീനിങ്ങും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ക്ലീനിങ്ങും മാറല തട്ടി അടിച്ച് വാരി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണം പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരാളത് കുളിച്ച് ഒന്ന് ഭക്ഷണം കഴിക്കണം. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കും, കൂടുതലൊരു കഴിക്കാനൊരു ഇതെല്ലാം ഉണ്ടാവുക. പെട്ടെന്ന് കഴിക്കണമെന്ന് ആ ഒരു ഇതാണ്. അപ്പം ഞാൻ വേഗം പണിയൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ എൻ്റെ നെയിൽ പോളിഷ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതിലേതിടണം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം ഞാനിതെടുത്തു. ഒന്ന് കണ്ടോ, ആ ലൈറ്റിൻ്റെ മുകളൊന്ന്, പിന്നെ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളൊന്ന്, ഒന്ന് രണ്ടെണ്ണം ഒന്നല്ലല്ലോ. ഇവിടെ നോക്കിയേ, അവിടെ നോക്കി അടച്ചോ. ഞങ്ങൾ പറഞ്ഞത് അതങ്ങ് ഏടി ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ കണ്ട് പിന്നെ ഇവിടെ മുകളിൽ രണ്ടെണ്ണം ഇങ്ങോട്ട് പറഞ്ഞത്. ഈ 2 മൈനേനെ കണ്ടാൽ നല്ല ദിവസം അല്ലെ ചീത്ത ദിവസം, ഇന്നത്തെ ദിവസം പോക്ക, അങ്ങനെയൊക്കെ ഈ പണ്ട് കാലത്ത് അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. 2 മൈനേനെ കണ്ടാലേ അല്ലെ 4 മൈനേനെ കണ്ടാലൊക്കെ. അപ്പം എന്നെ വിളിച്ചിങ്ങനെ കാണിച്ചു തരികയാണ്. ആദ്യം 2 മൈനേനെ ആദ്യം സമനായിട്ട് കണ്ടു, പിന്നെ എന്നെക്കാണ് പിന്നെയും വിളിക്കുന്നു. അപ്പോഴത്തേക്ക് 2 എണ്ണം പറന്നുപോയി. പിന്നെ വലിയച്ഛൻ വന്നു. ഞാനത് നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പുറത്തൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ വന്ന് കുടിച്ചു. ഇനിയിപ്പം ജിമ്മിൽ പോവാണ്. സമയത്ത് ആദ്യം ജിമ്മിൽ പോക്ക് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പോക്കങ്ങ് നിർത്തിയത്. അപ്പോൾ ഇപ്പം പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു അന്ന് വരുന്നോന്ന്, പിന്നെ വന്നോളിന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വാമപ്പ് ചെയ്യും. വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് പോവും. നന്നായി വിയർത്തിട്ടുണ്ട്. താഴേന്ന് ഇനിയിപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു 1 hourൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ താഴേന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഒരുപാട് ആളുണ്ട്. എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. അപ്പോൾ താഴത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പിന്നെ മുകളിൽ വന്ന് ഷൂ ഒക്കെ ഊരി എന്നിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. ഞാനിപ്പം രാത്രിയിലത്തെ ഫുഡൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. രാവിലത്തെ ഒക്കെ കുറച്ചിട്ടുണ്ട്. ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് കുറയണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിന്ന് ബൈ.